നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക സപ്നം ഹാഷ്മി അസറ്റ് പേരാമ്പ്ര സംഘടിപ്പിച്ച അസറ്റ് എഡ്യൂക്കേഷണൽ കോൺക്ലേവ് 2 ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിലെ നിർധന കുടുംബങ്ങൾ താമസിക്കുന്ന വിവിധ ഉന്നതികളും സന്ദർശിച്ചു. സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരാമ്പ്രയിൽ എഡ്യൂക്കേഷണൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസറ്റും സിൽവർ കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയും നാടകപ്രവർത്തകനായ സഫ്ദർ ഹാഷ്മിയുടെ സഹോദരിയുമായ ഷപ്നം ഹാഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. I frankly don't regret it. I really don't regret it. It happened 42 years ago. And I was a young student like you. I got involved working in a small basti called Nizamuddin Basti, teaching Muslim women who had never seen a school. During my vacation I was studying at that time in Moscow. The vacation flew by and I realized that I couldn't leave those girls. So the reason why I became an activist was that those eyes of those young girls, which were full of hope of entering a new life because they had never been to school, I couldn't leave them. And I decided to stay on. Dropped out from my university and then worked in that basti for 8 years. So whatever I have learned, whatever I speak, is all from my personal experiences. I have not read any theories. I have not done MSW. Unfortunately, a lot of social work and social activism in this world and this time have become professions. രാജ്യത്ത് ദളിത് വിഭാഗങ്ങളും സ്ത്രീകളും അനുഭവിക്കുന്ന സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന സോഷ്യൽ മീഡിയ ദുരുപയോഗത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിം കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിൽവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ C സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ഡോക്ടർ ഇസ്മയിൽ മരുതേരി നേതൃത്വം നൽകി. വളരെ മനോഹരമായി ഇന്ത്യ എന്തിനാണ് സ്വാതന്ത്ര്യം നേടിയതെന്നും ആ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നുവെന്നും താൻ ഒരു പഠനകാലത്ത് തന്നെ ഡ്രോപ്പ് ഔട്ടായി പോയി സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ആളാണെന്നും MSW ബിരുദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ സോഷ്യോളജിക്കൽ ഡിഗ്രിയുള്ള ഒരാളോ അല്ല ഞാനെന്നും എന്നാൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ അനുഭവ പാരമ്പര്യം ഉള്ള ആളാണെന്നും പറയുകയുണ്ടായി. കോളേജ് ചെയർമാൻ AK തറവൈ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാസു വേങ്ങേരി, SK അസൈനാർ മാസ്റ്റർ, രാജീവൻ എന്നിവർ സന്നിഹിതരായി. നസീർ നൊച്ചാട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.